ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ വീട്ടിലായപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലോൾ എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്തത് ഓൺലൈൻ ക്ലാസ്സൊന്നും ഇല്ലാത്ത അന്നേനു ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ജസ്റ്റ് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിലാകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ നീച്ചുക. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടന്നാൽ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും നീച്ചാൻ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ഞാനൊരു 7:30 ആയപ്പോൾ എണീറ്റ് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണിൽ വന്നപ്പോൾ അമ്മ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്കുള്ള ചട്നി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി തക്കാളി ചട്നിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ലോണം സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ സ്പൈസസ് ആയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ചട്നി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പൊട്ടി വന്ന ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ചേർത്ത് കൊടുക്കുക. ചട്നി ഇതുപോലെ തിക്കേക്കാരം. ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള നമ്മുടെ ചട്നിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ചട്നിയുടെ മുകളിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ടൈം ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി ചായ കുടിക്കുകയാണ്. വീടിൻ്റെ ഇവിടുന്ന് കുറച്ച് താഴോട്ട് നടന്നാൽ തോടും പാടമൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുറച്ച് പോയാൽ മതി, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ തലേ ദിവസം നല്ല മഴയൊക്കെയായിരുന്നു, റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോൾ തന്നെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഉമ്മക്ക് രാവിലെ തന്നെ വന്ന് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലാറ് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഉമ്മ വന്ന് കണ്ടപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം. ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതാ തോടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാടത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ട്. ഈ ചെടികളൊക്കെ ഉള്ളതാണ് കേട്ടോ എൻ്റെ വീട്. പിന്നെ ഇന്ന് ലഞ്ചിന് ഉമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയാണ് ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഉമ്മ കടായിലേക്കുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ വന്നാൽ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ. വീഡിയോ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്യും എന്നല്ലാതെ, അല്ലാത്തപ്പോഴൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുക. പിന്നെ താത്ത ഉണ്ടെങ്കിൽ അവളും കൂടി കൊടുക്കും. ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കണേ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസും 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ മുസമ്പിയുടെയോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഇപ്പോൾ നല്ലോണം ഫ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ഏലക്കായ, 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് ചെയ്യണം, എന്നാലുള്ളൂ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്ത പഞ്ചസാര കുറച്ചായി ഈ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ നല്ലോണം മിക്സായി വന്നാൽ ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ചെറിയ തരികൾ ഇതിലുണ്ടാകും. പ്രശ്നമൊന്നുമില്ല, നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യൊന്നുമില്ല. ഇനി കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്കിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കാരമലാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്യേണ്ട ഷുഗർ ഉണ്ടല്ലോ, എഗ്ഗിലേക്ക് ആഡ് ചെയ്യേണ്ട ഷുഗറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാരമലാക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കേക്കിലേക്ക് നട്ട്സ് ആയിട്ട് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും 2 ടേബിൾ സ്പൂൺ ബദാമും ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്കിലേക്ക് ഇത് ചേർക്കുമ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ, നേരത്തെ അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കിസ്മിസും ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ആ ജ്യൂസോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിക്കാരം കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ ഉണ്ടാക്കുന്ന സ്പോഞ്ച് കേക്കിനെക്കാളും കുറച്ചൊരു തിക്ക് ആകാരം. പിന്നെ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് യൂസ് ചെയ്യുക. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി 160 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റോ ഒരു 40 മിനിറ്റ് മാക്സിമം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. 35 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് സ്ക്യൂർ കുത്തി നോക്കുക. അപ്പോൾ അതിന് ബാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടും. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനൊക്കെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. താത്ത അകത്തൊക്കെ അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഞാനും താത്തയും കൂടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടാളാണ് കേട്ടോ ക്ലീനിങ് ഒക്കെ ചെയ്യുക. ഉമ്മ കുക്കിങ്ങിലേക്കാരും കിച്ചണിലേക്കാരും ഫുള്ള് ഞങ്ങളാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്. മുകൾ ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി കണ്ടപ്പോൾ, പക്ഷേ കേക്ക് ഉള്ളിൽ ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊരു 5 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. സ്ക്യൂറിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി. പിന്നെ ഇതാ ഉമ്മ ഇവിടെ മുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഖത്തറിൽ നിന്ന്. അപ്പോൾ അവിടെ ഇക്കാൻ്റെ വീട്ടിലാണ് ക്വാറൻറ്റൈനിലുള്ളത്. അപ്പോൾ അവിടേക്ക് ഇന്ന് ഫുഡ് കൊടുത്തേക്കാൻ നിൽക്കേനു. അപ്പോൾ ഉമ്മ വെറുതെ റൂമിലിരിക്കല്ലേ, അപ്പോൾ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് മുറുക്കൊക്കെ ഉണ്ടാക്കിക്കാണ്ട് കൊടുത്തേക്കുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതാ ലഞ്ചിനുള്ള റൈസും ചിക്കൻ കടായും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ട് വന്നു. പിന്നെ ഇത് ഇക്കാക്ക് ഫുഡ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പാക്ക് ചെയ്യാണ്.
പിന്നെ കുറച്ച് കേക്കും ഇക്കാക്ക് കൊടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത ശേഷം ഇളച്ചൻ വന്നിരുന്നു, സാബു. അവനാണ് കേട്ടോ ഫുഡ് കൊണ്ടുപോയത്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം താത്തി അനിയത്തി ഇതാ ഇവിടെ ഒരു ബോട്ടിലാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. എനിക്ക് പിന്നെ കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്നു. വീട്ടിലാകുമ്പോൾ ഞാനിവിടെ മുകളിൽ ഇരുന്നിട്ടാണ് കേട്ടോ എഴുതലും വായനയൊക്കെ നടത്തുക. താഴെ ആയാലും ഒന്നും നടക്കൂല, ടി വി ഒക്കെ കണ്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതാ താഴേക്ക് വന്നപ്പോൾ ഇവിടെ ബോട്ടിലിൻ്റെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാനിനി വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതാ ഈവനിങ് ആയി, ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ പെയ്ത അത്ര അല്ല കേട്ടോ. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് പിന്നെ അത്രയ്ക്ക് മഴയൊന്നുമില്ല. ഇനി വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതാ ഉമ്മ നേരത്തെ ഉണ്ടാക്കിയ മുറുക്കന്നെയാണ് കേട്ടോ ചായൻ്റെ ഒപ്പം കഴിച്ചിരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ മോന് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ. പിന്നെ രാത്രി ഫുഡിനും ഫ്രൈഡ് റൈസും ചിക്കൻ കടായും അതന്നെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി രാത്രി കഴിക്കേണ്ട വീഡിയോയും കൂടെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക്